ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, സവാള, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ വേവിച്ചതും പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവ് ചെറിയ ബോളുകളാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇതേപോലെ പരത്തിയിട്ട് ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് മുളകും മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുത്താൽ ഈ ഒരു മിക്സിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലതുപോലെ തേച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. വേണ്ടവർ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.